മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ സാധാരണ എക്സാമിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ സെക്ഷൻ എന്നാണ് ആദ്യം പറയാം. സൈക്ലോട്രോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ബയോട്ട്-സവാർട്ട്സ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പിന്നെ ആംപിയർ സർക്യൂട്ടൽ തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ സോളിനോയിഡൊക്കെ ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇൻഫിനിറ്റ്ലി ലോങ് കറൻറ്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്, ദെൻ ഗാലനോമീറ്റർ ആൻഡ് ഇറ്റ്സ് കൺവേർഷൻ ഇൻ ടു എമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ, പിന്നെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദീസ് തിങ്സ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൽ ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ഭാഗങ്ങളുണ്ട്, 4ഉം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുമാണ്, നോട്ട്സിൽ തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ ആൻസേഴ്സ് ഡയറക്റ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ ആൻസേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി പാർട്ടും ഡി പാർട്ടിൻ്റെ ആൻസേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അത് ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഗാലനോമീറ്ററിൻ്റെ കേസാണ് പറയുന്നത്. അപ്പം അതിൽ എ ബി സി 3 ഭാഗങ്ങളാണ്. അപ്പോൾ എയിൽ ഹൗ വിൽ യു കൺവേർട്ട് ഗാലനോമീറ്റർ ഇൻറ്റു എൻ എമീറ്റർ. എമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഗാലനോമീറ്ററിൻ്റെ കൂടെ നമ്മളൊരു ഷണ്ട് പാരലൽ കണക്ട് ചെയ്യണം. അതാണ് എൻ്റെ ആൻസർ. പിന്നെ ബി പാർട്ട് ഒരു പ്രോബ്ലമാണ്. അപ്പം എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ ആദ്യം അത് തറോ ആയിട്ട് വായിക്കണം. എന്നിട്ട് അതിൽ തന്നിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസിന് ഓരോരോ സിമ്പിൾസ് അസൈൻ ചെയ്യണം. പിന്നെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനും ഒരു സിമ്പിൾ അസൈൻ ചെയ്യണം. എന്നിട്ട് ഈ സിമ്പിൾസ് എല്ലാം തന്നെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുത്തിട്ട് അത് എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൽ ഗാലനോമീറ്റർ വിത്ത് റെസിസ്റ്റൻസ് 12 ohm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ 12 ohm ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാലനോമീറ്റർ. അതിന് സാധാരണ ക്യാപിറ്റൽ G എന്നാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ അതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 2.5 മില്ലി ആംപിയറിലാണ്. അപ്പോൾ IG ഈക്വൽ ടു 2.5 മില്ലി ആംപിയർ വരും. പിന്നെ അതിന് നമുക്കൊരു എമ്മീറ്ററാക്കി മാറ്റണം. അതിൻ്റെ റേഞ്ച് 0 to 7.5 ആംപിയർ ആണ്. അപ്പം I ഈക്വൽ ടു 7.5 ആംപിയർ. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ നമുക്കുണ്ട്. G ഉണ്ട്, IG ഉണ്ട്, I ഉണ്ട്. ഇതിനെ എമീറ്ററാക്കി മാറ്റണമെങ്കിൽ വി ഹാവ് ടു കണക്ട് എ ഷണ്ട് എസ്. അപ്പോൾ എസിൻ്റെ ഫോമുല നമുക്കറിയാം. എസ് ഇസ് ഈക്വൽ ടു IG, G ഡിവൈഡഡ് ബൈ, ഫോമുല എങ്ങനെയാണ്? എസ് ഇസ് ഈക്വൽ ടു IG ഇൻറ്റു G ഡിവൈഡഡ് ബൈ I മൈനസ് IG. ഈ ഫോമുല എഴുതുക, ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷനും ഫോമുലയ്ക്കും ഒക്കെ മാർക്കുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം, വായിച്ച് പഠിച്ചാൽ പോരാ. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണ്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിങ് കോയിൽ ഗാലനോമീറ്റർ. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ, ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ നോട്ട്സിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് എഴുതാം. ഓർ പാർട്ട് ഉണ്ട്. ഓർ പാർട്ടിൽ എ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? ഇറ്റ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് അതിൻ്റെ വാല്യൂ എഴുതാം, F ഈക്വൽ ടു QV ക്രോസ് B. പിന്നെ അടുത്തത് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എഴുതുക. പിന്നെ സി പാർട്ട് സൈക്ലോട്രോണിൻ്റെ തന്നെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി 10 MHz തന്നിട്ടുണ്ട്. നമ്മളോട് B ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമുല സൈക്ലോട്രോൺ ഫ്രീക്വൻസീൻ്റെ ഫോമുലയാണ്. F ഇസ് ഈക്വൽ ടു BQ ഡിവൈഡഡ് ബൈ 2πm. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ആൻസർ ഇതാണ് 0.66T. പിന്നെ അടുത്ത ചോദ്യമാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ താഴെ എ പാർട്ട്, എ ചാർജ് പാർട്ടിക്കിൾ ഇസ് എൻറ്ററിങ് എ ഫീൽഡ് വേർ വി ഹാവ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആർ പാരലൽ. അപ്പം ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, അതാണ് ചോദ്യം. അപ്പം ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്തിന് വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ എന്തായാലും ഫോഴ്സ് വേണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ മേലെ ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടാണ് ചാർജ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നത്. അപ്പം പാരലലായിട്ടാണെങ്കിൽ ദർ വിൽ ബി നോ ഫോഴ്സ് അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ഫോഴ്സ് ഓൺ ദി ചാർജ് പാർട്ടിക്കിൾ. സോ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷനും വരില്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൽ എൻറ്റർ ചെയ്യുമ്പോൾ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കാരണം ചാർജ് പാർട്ടിക്കിളുടെ പാത്തിൽ വ്യത്യാസം വരും. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡാണ് മൂവ് ചെയ്യുക. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ആൻസർ, ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ബി പാർട്ട് ശ്രദ്ധിക്കുക. എ റെക്ടാങ്കുലർ ലൂപ്പ് ക്യാരിങ് കറൻറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക്. അപ്പോൾ ഇതും ഈ ഡെറിവേഷനും ഡയറക്റ്റ് ആണ്. നിങ്ങൾ നോട്ട്സിലുണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതാം. MB sin θ ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി
അടുത്തത് അഞ്ചാമത്തെ പ്രോബ്ലമാണ്. അഞ്ചാമത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഒരു രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ചാർജ് പാർട്ടിക്കിൾ ഈസ് എൻട്രിങ്. ഈ വി എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടറാണ്. അതായത് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. ഇറ്റ് ഈസ് എൻട്രിങ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈക്ക് ദിസ്. അതായത് വെർട്ടിക്കുലർ അല്ല ഹൊറിസോണ്ടൽ ഒരു ആംഗിൾ എൻട്രി ചെയ്യാണ്. അപ്പം എന്താ സംഭവിക്കുക? വാട്ട് വിൽ ബി ദ ഹൗ വിൽ ബി ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ? എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണെങ്കിൽ അത് ഹെലിക്കലായിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതാണ് ആൻസർ ഇങ്ങനെ ഹെലിക്കലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഹെലിക്കലായിട്ട് മൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ഇൻ ടു കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. പേപ്പറിൻ്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. വെലോസിറ്റി ഈസ് ഗോയിങ് അപ്പ്. അതായത് വെലോസിറ്റി വെക്ടർ അപ്പ് ആണെങ്കിൽ ചാർജസ് മൂവിങ് അപ്പ്. അതായത് ചാർജസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് സിറ്റുവേഷൻ. ഈ കേസിൽ ചാർജ് എന്തായാലും അതായത് വെലോസിറ്റി വെക്ടറും ബിയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ദർ വിൽ ബി എ ഫോഴ്സ് ആൻഡ് ആ ഫോഴ്സ് കാരണം ഇത് സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഫോഴ്സിൻ്റെ സർക്കുലർ പാത്തിൻ്റെ ഡയറക്ഷൻ കാണാൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ ക്യൂ വി ക്രോസ് ബി വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ആൻഡ് ദ ചാർജ് പാർട്ടിക്കിൾ വിച്ച് ഇസ് എൻട്രിങ് ലൈക്ക് ദിസ് വിൽ എക്സിക്യൂട്ട് എ സർക്കുലർ പാത്ത്. ഓക്കെ. അടുത്തത് മാഗ്നറ്റിക് ഫോഴ്സ് കനോട്ട് ഡു എനി വർക്ക്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ഇത് ശരിയല്ലേ? കാരണം വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഡോട്ട് എസ് ആണ്. എഫ് ഡോട്ട് എസ് എന്ന് വെച്ചാൽ എഫ് എസ് കോസ് തീറ്റയാണ്. എഫും എസും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് ഇസ് എഫ് എസ് കോസ് 90. കോസ് 90 സീറോ ആയതുകൊണ്ട് വർക്ക് സീറോ ആയിരിക്കും. അപ്പം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ കേസിൽ എപ്പോഴും എഫും എസും, എസ് എന്ന് വെച്ചാൽ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ എഫും വിയും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. സോ ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ് ഇസ് 90 ഡിഗ്രി. സോ ദ വർക്ക് ഡൺ by the magnetic Lorentz force is always 0. അടുത്ത ചോദ്യം സി പാർട്ട്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ആണ്. അതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. അത് നിങ്ങളെ ബുക്കിൽ നിങ്ങൾക്ക് നോട്ട്സിൽ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് പഠിച്ചെഴുതുക. 6th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 6th ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക് കറൻറ്റ് ഇസ് ഫ്ലോയിങ് ഡ്യൂ സൗത്തിലേക്കാണ് ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഇഷ്ടമുള്ളൊരു ഡയറക്ഷൻ ഇത് സൗത്തായിട്ട് എടുത്തു. അപ്പോൾ ഇത് നോർത്തായി, ഇത് വെസ്റ്റായി, ഇത് ഈസ്റ്റായി, ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് സൗത്തിലേക്കാണ് കറൻറ്റ് പോകുന്നത്. അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഇതിനെ ഇങ്ങനെ പിടിക്കുക. കറൻറ്റ് സൗത്തിലേക്കാണ് പോകുന്നത്. അപ്പം ബിലോ ദ ലൈൻ അപ്പം ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ദാറ്റ് ഇസ് ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് അബവ് ഇറ്റ് ഇസ് ടുവേർഡ്സ് വെസ്റ്റ്. അത് തന്നെയാണ് ആൻസറിൽ കൊടുത്തിരിക്കുന്നത്. ടുവേർഡ്സ് വെസ്റ്റ് ആൻഡ് ടുവേർഡ്സ് ഈസ്റ്റ്. പിന്നെ ബി പാർട്ട് ഡ്രോ നീറ്റ് ആൻഡ് ലേബിൾ ഡയഗ്രാം ഓഫ് സൈക്ലോട്രോൺ. വീണ്ടും സൈക്ലോട്രോണിൻ്റെ ചോദ്യം തന്നെയാണ്. അത് ഡെറിവേഷൻ ഫുൾ ചെയ്യുക. പിന്നെ സൈക്ലോട്രോണിൻ്റെ ഒരു പ്രോബ്ലമാണ് നേരത്തെ ചെയ്ത പോലെ. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ആൻസർ ലൈക്ക് ദിസ്. ഇതിൽ ആൻസർ കൊടുത്തിട്ടില്ല, ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ. 7th പാർട്ടിൽ എ പാർട്ട് റൈറ്റ് ഡൗൺ ദ റിലേഷൻ ഫോർ ദ ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ദിസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ ചാർജ് ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫോർമുല എന്താ? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇ പ്ലസ് വി ക്രോസ് ബി. അതായത് ഇലക്ട്രിക് ഫീൽഡ് ക്യൂ ഇ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ക്യൂ വി ക്രോസ് ബി ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ വി ഗെറ്റ് ദ ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വേറെയാണ്, ലോറൻസ് ഫോഴ്സ് വേറെയാണ്. പിന്നെ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് യൂസ്ഡ് ആസ് എ വെലോസിറ്റി സെലക്ടർ. ക്രോസ്ഡ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതിനാണ് ക്രോസ്ഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത്. ഇപ്പോൾ ഒരു വെലോസിറ്റി സെലക്ടർ അല്ലെങ്കിൽ സൈക്ലോട്രോണിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് യൂസ്ഡ് ആസ് എ വെലോസിറ്റി സെലക്ടർ. റിമെമ്പർ, വെലോസിറ്റി സെലക്ടർ ഇസ് another name for cyclotron. Then dash is a cyclic accelerator to accelerate charged particle or ions to high energies. ഇതെന്താണ്? ഇത് സൈക്ലോട്രോൺ തന്നെയാണ്. ഓക്കെ. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യത്തിൽ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. റൈറ്റ് ഡൗൺ ദ റിലേഷൻ ഫോർ ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ്. ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു mu 0 I1 I2 ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ. ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങളെ നോട്ട്സിലുണ്ട്. പിന്നെ യൂസ് ദി അബോവ് റിലേഷൻ ടു ഡിഫൈൻ ദ യൂണിറ്റ് ഓഫ് കറന്റ്. അപ്പം അതും ആംപിയറുടെ ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതും ഉണ്ട്. ഓക്കെ. ഇതിൻ്റെ ആൻസേഴ്സ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി ആൻസർ കീ. ഓക്കെ. ഇനി സി പാർട്ട് എന്താണ്? കാൽക്കുലേറ്റ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ എ ലോങ് സ്ട്രെയിറ്റ് വയർ കണ്ടക്ടർ. അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ഫോർമുല എഫ് ഇസ് ഈക്വൽ ടു mu 0 I1 I2 ഡിവൈഡഡ് ബൈ 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം 9th ക്വസ്റ്റ്യൻ നോക്കുക.
ഒരു റൂമിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിലേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ സഡൻലി വന്നു, അത് ഹൊറിസോണ്ടലായിട്ടാണ് വന്നത് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് എക്സിക്യൂട്ടിങ് സർക്കുലർ പാത്ത് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കണം? അതായത് ചാർജ് പാർട്ടിക്കിൾ ഹൊറിസോണ്ടലായിട്ട് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ചാർജ് പാർട്ടിക്കിളുടെ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കൽ ആയിരിക്കണം, ഇതിന് 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. സോ വെർട്ടിക്കൽ ഡയറക്ഷൻ to the plane of revolution ആണ് direction of the magnetic field. പിന്നെ ബി പാർട്ട് എന്താ? Will there be a change in kinetic energy of the particle due to the circular motion? ഈ സർക്കുലർ മോഷൻ ഉണ്ടാകുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കാരണമാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വർക്ക് ഒന്നും ചെയ്യില്ല, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജിയിലും മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഈ കേസിലും കൈനറ്റിക് എനർജിയിൽ മാറ്റം ഉണ്ടാവില്ല. പിന്നെ അടുത്ത ചോദ്യം വീണ്ടും ഒരു സൈക്ലോട്രോണിൻ്റെയാണ്. ഡിസ്ക്രൈബ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഇപ്പം കണ്ടില്ലേ, സൈക്ലോട്രോണിൻ്റെ ചോദ്യം എത്ര പ്രാവശ്യം വന്നിരിക്കുന്നത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും സൈക്ലോട്രോണിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്ന് മനസ്സിലാക്കണം, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വീണ്ടും സൈക്ലോട്രോണിൻ്റെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. Cyclotron is a device which accelerates charged particles for carrying out nuclear reactions. With a suitable diagram, briefly explain its working. വീണ്ടും അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫൈൻഡ് ദി എനർജി ഓഫ് ദി പ്രോട്ടോൺസ് വിച്ച് ആർ കമ്മിങ് ഫ്രം ദ സൈക്ലോട്രോൺ. സൈക്ലോട്രോണിൻ്റെ എനർജീൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂസൊക്കെ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അല്ല, എന്താണ് എനർജി ഓഫ് ദി സൈക്ലോട്രോൺ? Q² B² R²/2m. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ദി ആൻസർ. പിന്നെ 11th ക്വസ്റ്റ്യൻ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം സ്റ്റേറ്റ് ആംപിയർ സർക്യൂട്ടൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പിന്നെ ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ്, വീണ്ടും അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്, അത് എഴുതാം. പിന്നെ എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിങ് 35 amperes, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ദിസ് കണ്ടക്ടർ അറ്റ് എ പോയിന്റ് 20 centimeter away ഫ്രം ദ സെൻറ്റർ ഓഫ് ദ വയർ. അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട ഫോർമുല V is equal to mu 0 I/2πr ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് യു വിൽ ഗെറ്റ് ദി ആൻസർ 3.5 x Tesla into 3.5 into 10 raised to minus 5 Tesla. പിന്നെ ഒരു ഓർ ക്വസ്റ്റ്യനും കൂടിയുണ്ട് ഇവിടെ. ഓർ ക്വസ്റ്റ്യൻ വീണ്ടും ഗാൽവനോമീറ്ററിൻ്റെ ആണ്. സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പം ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എഴുതാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? കറണ്ട് ക്യാരിങ് കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. പിന്നെ ഹൗ വിൽ യു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ എമീറ്റർ? ഷണ്ട് പാരലായിട്ട് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററോ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുക. പിന്നെ ഈ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm. അപ്പോൾ G = 12 ohm എന്ന് എടുക്കുക. ഇറ്റ് ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 3 milliampere. അപ്പോൾ IG = 3 milliampere കൊടുക്കുക. ഹൗ വിൽ യു കൺവേർട്ട് ദിസ് ഇൻ ടു വോൾട്ട് മീറ്റർ ഓഫ് റേഞ്ച് 0 to 18 volts? അപ്പം V 18 volt കൊടുക്കുക. എന്നിട്ട് വോൾട്ട് മീറ്ററിലേക്ക് മാറ്റാൻ നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് കൊടുക്കണമല്ലോ. ഹൈ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എഴുതുക. R = V / IG - G. ഇതുപോലെ ഇതിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ്, എല്ലാ പ്രോബ്ലംസൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നീറ്റായിട്ട് പഠിക്കുക. പിന്നെ വേറെ ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു.